നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. നവകേരള സദസ് കഴിഞ്ഞിട്ട് ഒരു മാസമായി. 13-ൽ 11 നിയോജക മണ്ഡലങ്ങളിലും ഇപ്പോഴും പരിഹാരം കാണാനുള്ളത് 2000-ലേറെ പരാതികൾ. നവകേരള സദസ്സിന്റെ വരവ് ചെലവ് ചോദിക്കുമ്പോൾ കൈമലർത്തുന്ന അവസ്ഥയും. കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിന്റെ വരവ് ചെലവ് കണക്ക് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആകും. അഴീക്കോട് 40 ലക്ഷം രൂപ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയെന്ന് പറയുന്നെങ്കിലും അത് ചെലവാക്കിയത് എങ്ങനെയെന്ന് വിവരമില്ല. കണ്ണൂരിൽ പരിപാടി നടത്താൻ സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ടില്ല, സർക്കാർ തുക അനുവദിച്ചിട്ടുമില്ല. KSU നേതാവ് മുഹമ്മദ് ഷമ്മാസിന്റെ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ആശയക്കുഴപ്പം. കണ്ണൂരിൽ നവകേരള സദസ്സിന് സ്പോൺസർഷിപ്പിലൂടെ എത്ര തുക കിട്ടി, പരിപാടി നടത്താൻ എത്ര തുക സർക്കാർ അനുവദിച്ചു, 2 മണ്ഡലങ്ങളിലും എത്ര തുക ഏതൊക്കെ ഇനങ്ങളിൽ ചെലവാക്കി. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് വിവരാവകാശ അപേക്ഷയിൽ ചോദിച്ചത് ഇതൊക്കെയാണ്. അപേക്ഷ 2 മണ്ഡലങ്ങളിലെയും സംഘാടക സമിതി ജനറൽ കൺവീനറായ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. 2ലും മറുപടി വന്നു. നവകേരള സദസ്സിന് സർക്കാർ തുക അനുവദിച്ചിട്ടില്ല. ഇനി സ്പോൺസർഷിപ്പിൽ കിട്ടിയ തുകയുടെ കണക്ക്. അഴീക്കോട് മണ്ഡലത്തിൽ 4,06,000 രൂപ സ്പോൺസർഷിപ്പിലൂടെ ചെലവഴിച്ചെന്ന് സംഘാടക സമിതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തുക നൽകിയത് ആരെന്ന് വിവരമില്ല. ഏതൊക്കെ ഇനത്തിൽ തുക ചെലവാക്കിയെന്നും അറിയില്ല. കണ്ണൂർ മണ്ഡലത്തിലെ വരവും ചെലവുമാണ് കൗതുകം. സ്പോൺസർഷിപ്പായി തുകയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ് മറുപടി. പരിപാടിക്ക് സർക്കാരും തുക നൽകിയിട്ടില്ല. അപ്പോഴൊരു ചോദ്യം, സ്പോൺസർഷിപ്പില്ലാതെ എത്ര കിട്ടിയെന്ന് ഒരിടത്തുണ്ട്, എന്നാൽ ഒരിടത്തില്ല. ചെലവാക്കിയത് എവിടെ, എങ്ങനെ എന്ന് ഒരിടത്തും രേഖയില്ല. നടന്ന് 2.5 മാസമായപ്പോൾ സർക്കാർ പരിപാടിയുടെ കണക്ക് ഇങ്ങനെയാണ്. തൃശൂർ ജില്ലയിൽ നവകേരള സദസ്സ് നടന്ന് 1 മാസം പിന്നിടുമ്പോഴും പരാതികളിൽ പകുതിക്കും പരിഹാരം കണ്ടില്ല. ഗുരുവായൂരിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരാതി പരിഹരിക്കാനുള്ളത്. 13-ൽ 11 നിയോജക മണ്ഡലങ്ങളിലും ഇനിയും പരിഹാരം കാണാനുള്ളത് 2000-ലേറെ പരാതികൾ. നവകേരള സദസ്സിന്റെ വരവ് ചെലവ് സംബന്ധിച്ച വിവരം ലഭ്യമല്ലെന്ന് ജില്ലാ ഭരണകൂടം വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കി. ഡിസംബർ 4 മുതൽ 7 വരെ തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ നടന്ന നവകേരള സദസ്സ് 1 മാസത്തിനപ്പുറവും പകുതി അപേക്ഷകളിലും പരിഹാരം കാണാതെ കിടക്കുന്നു. ആകെ ലഭിച്ച പരാതി 55,612. ഇനിയും പരിഹാരം കാണാനുള്ളത് 28,667. അതായത് ഫയലുകളിൽ ഇറങ്ങുന്നത് പകുതിക്ക് മുകളിൽ അപേക്ഷകൾ. ഗുരുവായൂരിലാണ് ഏറ്റവും കൂടുതൽ പരാതി പരിഹരിക്കാനുള്ളത്, 2,665 എണ്ണം. ഇവിടെ ആകെ വന്നത് 4,555 അപേക്ഷകൾ. ഗുരുവായൂരിനെ കൂടാതെ ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട, കയ്പമംഗലം, നാട്ടിക, ഒല്ലൂർ, വടക്കാഞ്ചേരി, മണലൂർ, കുന്നംകുളം, ചേലക്കര മണ്ഡലങ്ങളിൽ ഇനിയും 2000-ലേറെ പരാതികൾ ബാക്കിയുണ്ട്, പരിഹരിക്കാനുമുണ്ട്. ഏറ്റവും കൂടുതൽ പരാതി എത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി ബന്ധപ്പെട്ടതായിരുന്നു. 19,059 പരാതികളിൽ 4,622 പരാതികളാണ് ഇനിയും തീർക്കാനുള്ളത്. റവന്യൂ മന്ത്രിയുടെ സ്വന്തം ജില്ലയിലും പരാതി പരിഹാരത്തിന് വേഗതയില്ല. റവന്യൂ പരാതികളുടെ എണ്ണം 12,191. എന്നാൽ പരിഹരിക്കേണ്ടത് 9,955. സഹകരണ തട്ടിപ്പുകൾക്ക് പഴികേട്ട തൃശൂരിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് 3,732 പരാതി എത്തിയതിൽ ഇനിയും പരിഹരിക്കാനുള്ളത് 2,472 എണ്ണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായത്തിനായി ലഭിച്ച അപേക്ഷകളുടെ എണ്ണം 2,292. തീർപ്പാക്കിയവയുടെ വിവരങ്ങൾ നവകേരള സദസ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. നവകേരള സദസ്സിന് എത്ര രൂപ ചെലവായെന്ന കണക്ക് ജില്ലാ ഭരണകൂടത്തിനകത്തില്ലെന്നായിരുന്നു ലഭിച്ച മറുപടി.